അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഈ നമ്മുടെ നാട്ടിലെ സമസ്ത പള്ളിയിലൊക്കെ ഈ ഖുതുബക്ക് മുമ്പ് മഹാശറൽ മുസ്ലിമീൻ വിളിക്കുന്നില്ലേ, അതിന് വല്ല അടിസ്ഥാനമുണ്ടോ എന്ന് വിശദീകരിക്കാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സഹോദരൻ അഷ്കർ അലി കണ്ണൂർ ചോദിച്ചിരിക്കുന്നത് ഖുതുബക്ക് മുമ്പ് മുഅദ്ദിൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മഹാശറ വിളിക്കുന്നത് സംബന്ധിച്ച വിധിയാണ്. അതിന് ഷറയിലൊരു അടിസ്ഥാനവുമില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഖുതുബക്ക് മുമ്പ് ഒരാൾ എണീറ്റ് നിന്നിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാശറൽ മുസ്ലിമീൻ, മുസ്ലിം ജനസമൂഹമേ എന്ന് വിളിച്ച് പറഞ്ഞ് ചില ഉപദേശങ്ങൾ നൽകുകയാണ് ചെയ്യാറുള്ളത്. അതിൽ ഖുതുബ രണ്ടറക്കാത്തിൻ്റെ സ്ഥാനത്താണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പ്രത്യേകിച്ച് അടിസ്ഥാനമില്ല നമ്മൾ കണ്ടു. അങ്ങനെ ഹദീസില്ല. പിന്നെ മറ്റൊന്ന്, അതിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ സഹീഹ ഹദീസിൽ വന്ന കാര്യങ്ങളൊക്കെ തന്നെ ഖുതുബ നടക്കുമ്പോൾ ഒരാൾ അടുത്തുള്ള ആളോട് മിണ്ടാതിരിക്കുക എന്ന് പറയരുത്, അതുപോലും പറയാൻ പാടില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്ന ഹദീസുകളുണ്ട്. അതൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരാൾ എണീറ്റെന്ന് പറയുന്നതിന് അസ്ലില്ല എന്നതാണ്. ഇവിടെ സമാനമായിട്ടുള്ളൊരു ചോദ്യം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അവർക്കോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ അതിന് അദ്ദേഹം നൽകിയ മറുപടി നമുക്ക് നോക്കാം. ആദ്യം ചോദ്യം എങ്ങനെയാണ്: യഖൂലു അഖൂന ഫി സുആലിൽ അഖീർ ഇൻദമാ യസ്അദുൽ ഖതീബ് ഫൗഖൽ മിമ്പർ യബ്ദഉൽ അദാൻ യൗമൽ ജുമുഅ ബഅദൽ അദാൻ മുബാശറതൻ യഖൂമുൽ ഇമാമുൽ ഖാമിസ് വയഖൂൽ അൻ അബീ ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അതായത് ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, ഖുതുബക്ക് ഇമാമ് മിമ്പറിൽ കയറുമ്പോൾ ഒരാൾ അദാൻ വിളിക്കും ജുമുഅക്ക്. എന്നിട്ട് അദാനിന് ശേഷം ബാങ്കിന് ഉടനെ ഒരാൾ എണീറ്റ് നിന്നിട്ട് എന്തു പറയും? അയാൾ പറയും അൻ അബീ ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ എന്നുള്ളൊരു ഹദീസ് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായിട്ടുള്ള ഹദീസ്. അത് എന്താണ് പറയുക? ഇദാ ഖുൽത ലി സ്വാഹിബിക യൗമൽ ജുമുഅത്തി അൻസിത് വൽ ഇമാമു യഖ്തുബു ഫഖദ് ലഗൗത് വമൻ ലഗാ ഫലാ ജുമുഅത ലഹു എന്ന്. അതായത് നീ ജുമുഅ ദിവസം ഇമാമ് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ നിൻ്റെ കൂട്ടുകാരനോട്, അടുത്തുള്ള ആളോട് സംസാരിക്കാതിരിക്കൂ, സൈലൻ്റായിരിക്കൂ എന്ന് പറഞ്ഞാൽ അത് ലഘുവാണ്, അതുപോലും പാടില്ല എന്നർത്ഥം. അതൊരു സംസാരമാണല്ലോ. അങ്ങനെ ആ ലഘുവ് ചെയ്ത ആൾ, അയാൾക്ക് ജുമുഅ ഇല്ല എന്നാണ്. എന്നിട്ട് ആ ഹദീസ് പറഞ്ഞ ശേഷം അൻസിതു യർഹമുക്കുമുല്ലാഹ്, അൻസിതു യർഹമുക്കുമുല്ലാഹ്, അൻസിതു യർഹമുക്കുമുല്ലാഹ് എന്നിങ്ങനെ ആവർത്തിച്ച് പറയും. അൻസിതു, നിങ്ങൾ നിശബ്ദരായിരിക്കൂ, യർഹമുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. ബഅദ ഇത്മാമി ഹാദൽ ഹദീസി, ഇത് പറഞ്ഞ ശേഷം യജ്ലിസു, അയാൾ അവിടെ ഇരിക്കും. യഖൂമുൽ ഇമാമു ലി ബദ് ഖുത്ബത്തിൽ ജുമുഅ, ജുമയുടെ ഖുത്ബ ഇമാമ് പിന്നെ തുടങ്ങും. മഅൽ ഇൽമി അന്ന ഹാദാ യതകററു കുല്ല ജുമുഅ, എല്ലാ ജുമുഅ ദിവസവും ഇത് ആവർത്തിക്കുന്നു. അഫ്തൂന ഫി ഹാദാ, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഫത്വ നൽകിയാലും ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇതാണ് ചോദ്യം. ഇതിന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് മറുപടി പറയാണ്: അൽ ജവാബ് ഹാദൽ അമലു ലൈസ ലഹു അസ്ലുൻ ഫി ശർഇ, ഈ പ്രവൃത്തിക്ക്, ഇങ്ങനെ ഈ മാഷർ വിളി ഉണ്ടല്ലോ, അതിൻ്റെ സംഭവം, അപ്പോൾ ഇതിന് ഷറയിൽ ഒരു അടിസ്ഥാനവുമില്ല. ബൽ ഹുവ ബിദ്അത്തുൻ, എന്നാൽ അത് ബിദ്അത്താണ്. കൗനുഹു യഖൂമു ഇൻസാനുൻ യഖൂൽ, ഒരാളിങ്ങനെ നിന്നിട്ട് പറയാം അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, യത്തുൽ ഹദീസ്, എന്നിട്ട് അയാൾ നബിയിൽ നിന്നുള്ള ഹദീസ് ഉദ്ധരിക്കുകയാണ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു ഖാല ഇദാ ഖുൽത ലി സ്വാഹിബിക അൻസിത് യൗമൽ ജുമുഅ വൽ ഇമാമു യഖ്തുബു ഫഖദ് ലഗൗത് വമൻ മസ്സൽ ഹസാ ഫഖദ് ലഗാ. പിന്നെ ചിലതിൽ പറയാം എന്താണ് ഹസ്വ, അതായത് കല്ല്, ആരെങ്കിലും ചരല് തൊട്ടാൽ അവന് ലൗവ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലൊക്കെ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ മാർബിളൊന്നല്ലല്ലോ, അപ്പം കല്ലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും ചരൽ കല്ലിൽ കളിക്കുക എന്നുണ്ടെങ്കിൽ അയാളും ലൗവ് ചെയ്തു എന്നാണ്, അതും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഹദീസൊക്കെ ആ സമയത്ത് പറയാനുള്ളത് ഹാദാ ലൈസ ലഹു അസ്ലുൻ, ഇതിന് അടിസ്ഥാനമില്ല. ഈ ഹദീസിന് അടിസ്ഥാനമില്ല എന്നല്ല, ഈ ഹദീസ് ആ സമയത്ത് പറയുന്നതിന് അടിസ്ഥാനമില്ല എന്ന്. വമാ കാന യഫ്അലുൽ മുസ്ലിമൂന ഫി അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അഹദി ഖുലഫാഇഹി റാഷിദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തോ മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നില്ല. ബൽ ഹുവ മിനൽ ബിദഅ, എന്നാൽ ഇത് ബിദഅത്തുകളിൽപ്പെട്ടതാണ്, പുത്തനാചാരാണ്. ബൽ ഇദാ അദ്ദനൽ മുഅദ്ദിൻ യൗമൽ ജുമുഅ, ജുമുഅ ദിവസം മുഅദ്ദിൻ അദാൻ വിളിച്ചാൽ, ബാങ്ക് വിളിച്ചാൽ ഖാമൽ ഖത്തീബ്, ഖത്തീബ് എണീക്കണം. വഖതബൻ നാസ്,
എന്നിട്ട് ജനങ്ങളോട് അദ്ദേഹം ഖുത്ബ നടത്തണം. വലൈസ ഹുനാക മൻ യുനബ്ബിഹുന്നാസ, അല്ലാതെ അതിന് മുമ്പ് ജനങ്ങളോട് ഒരു തംബീഹു, ഒരു ഉണർത്ത് നൽകുന്ന, ഒരു റിമൈൻഡ് ചെയ്യുന്ന ഒരാളില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ആളില്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. യഖൂലു ലഹും അൻസിതു, നിങ്ങൾ നിശബ്ദരായിരിക്കൂ എന്ന് പറയൽ അത് ഷറയിൽ പെട്ടതല്ല. ലാബി തിലാവത്തിൽ ഹദീസ് ലാബി ഗൈരിഹാൻ ദാലിക്, അത് ഇനി ഹദീസ് ഉച്ചരിച്ചുകൊണ്ടാണെങ്കിലും മറ്റെന്തെങ്കിലും പറഞ്ഞുകൊണ്ടാണെങ്കിലും. ഫഹാദാമിനൽ മുഹ്ദസാത്തില്ലത്തി ലൈസ ലഹ അസ്ലുൻ, ഇത് ഒരു അടിസ്ഥാനവുമില്ലാത്ത പുതിയ ആചാരങ്ങളിൽപ്പെട്ടതാണ്. വൽ വാജിബു അലാമൻ അഹദസ അയ്യദാഹ, അപ്പോൾ അത് കൊണ്ടുവന്നവർ അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. വയ്യത്തൂബ അല്ലാഹി മിൻ ദാലിക്, അതിൽ നിന്ന് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങണം. ഈ ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു വിഷയം ചെയ്താൽ അത് റദ്ദാക്കപ്പെടേണ്ടതാണ്, അത് തള്ളപ്പെടേണ്ടതാണ്. അപ്പോൾ മഹാഷറവിളി തന്നെ ബിദാത്താണ്. കൂടാതെ അതിൽ ചിലർ ഹദീസ് പറയുന്നത് അതിൻ്റെ ലഫ്ളിൽ അല്ല. ഇപ്പോൾ ചിലപ്പോൾ മഹാഷറവിളി ഇങ്ങനെ കേൾക്കാം: റവൽ ബുഖാരി മുസ്ലിം അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വഅദൽ ഖതീബു അലൽ മിൻബർ ഫലാ യതകല്ലമന്ന അഹദുൻ ഫമൻ തകല്ലമ ഫഖദ് ലഗാ വമൻ ലഗാ ഫലാ ജുമുഅത ലഹ്. ഇങ്ങനെ ലഫ്ളുകളിൽ ബുഖാരി മുസ്ലിമും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് ആശയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്.